ഈ നിലവാരമില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കടകളിൽ ഇങ്ങനെ വ്യാപകമായി ലഭ്യമാകുന്നുണ്ട്. അതും നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ ഡ്രഗ് കൺട്രോൾ ബോർഡ് ലൈസൻസ് ഇല്ലാത്ത കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളാണ് ഇതിൽ മിക്കതും. ഇതര സംസ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്നതാണ് ഇവ പലതുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദിലീപ് ദേവസ്യ ഒന്ന് വിശദീകരിക്കും. ദിലീപ്, നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് നമ്മൾ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് മിക്കവരും. പ്രത്യേകിച്ച് ഈ പുതിയ കാലത്തൊക്കെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, നമ്മളതൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എത്രത്തോളം ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിൽ ഒരു ചെറിയ ആശങ്കയുണ്ടാവുകയാണ്. നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? റോഷ്നി, നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചിലവാക്കുന്നത് ഒരു കാര്യമാണ്. സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ കൂടുതൽ പണം നോക്കാതെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങുന്നതെന്ന് പ്രത്യേകം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ബ്രാൻഡഡ് ആണോ അല്ലെങ്കിൽ അത് ഗുണനിലവാരം ഉള്ളതാണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്തരം സാധനങ്ങളുമായി വാങ്ങുന്നതിനെ പറ്റി നടത്തിയ ഒരു അന്വേഷണത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ വ്യാജമായ നിലവാരമില്ലാത്ത ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് ഇത് പാലിൻ്റെ ഒരു ഫേഷ്യൽ ക്രീമാണ്. ഈ ക്രീം മുഖത്ത് തേച്ച് വെച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് ഐസ് വാട്ടർ കൊണ്ട് അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇതിൽ നിന്ന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു തരത്തിലുള്ള ബ്രാൻഡിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് കാണിക്കുന്നത് ഇതൊരു കോഴിമുട്ടയുടെ ഒരു ക്രീമാണ്. ഇത് ഷാമ്പു ആണ്. ഇത് മുടിയിൽ പുരട്ടിയതിന് ശേഷം മുടി തഴച്ച് വളരുന്നു, അത് പിന്നീട് ഉറപ്പുള്ള മുടി ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് ഇനി അടുത്ത് നമുക്ക് കാണിക്കാനുള്ള സാധാരണ പെൺകുട്ടികളും അതോടൊപ്പം തന്നെ മേക്കപ്പ് ചെയ്യുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ബ്യൂട്ടി ബ്ലെൻഡർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മൾ ഓരോരോ കോസ്മെറ്റിക് ഐറ്റങ്ങൾ എടുത്ത് മുഖത്ത് സ്പർശിക്കുന്നതാണ്. ഇതിൽ ഗുണനിലവാരമില്ലാത്തതാകുമ്പോൾ ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥ നമ്മുടെ വിയർപ്പും മറ്റ് ഇതിൻ്റെ ക്രീമും എല്ലാം തന്നെ ഇതിൽ അടിഞ്ഞു കിടക്കുന്നു. ഇത് പിന്നീട് ഇത് കഴുകുകയാണെങ്കിൽ പോലും ഇതിൽ ആ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൂടുതൽ ദിവസങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ചർമ്മരോഗങ്ങളടക്കം ഉണ്ടാകുമെന്ന് പറയുന്നത്. മറ്റൊരു സാധനം നമുക്ക് കാണിക്കേണ്ടത് ഒരു സിറം ക്യാപ്സ്യൂളാണ്. ഇത് എക്സ്റ്റേണൽ യൂസിംഗ് ആണ്. ഇത് സിറം ക്യാപ്സ്യൂൾ പൊട്ടിച്ച് മുഖത്ത് തേക്കുക. ഇത്തരം സാധനങ്ങൾക്കൊന്നും തന്നെ ഒരു നിലവാരവുമില്ല, ഒരു ലൈസൻസും നൽകുന്നില്ല എന്നുള്ളത്. മറ്റൊരു സാധനം ഇതൊരു മുടിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സ്യൂൾ പൊട്ടിക്കുക. ഇത് പൊട്ടിച്ച ശേഷം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മുടിയിൽ തേക്കുക എന്നുള്ളതാണ്. ആരാണ് ഇതിന് ഗ്യാരണ്ടി? അല്ലെങ്കിൽ ഏത് ഡോക്ടർമാർ പറഞ്ഞിട്ടാണ് എന്നൊന്നും ചോദിച്ചാൽ കൃത്യമായ ഉത്തരങ്ങളൊന്നുമില്ല. ഇത് ഏത് കടയിൽ തോന്നുന്നു ദിലീപിന്റെ കയ്യിലിരിക്കുന്ന ആ വസ്തുക്കളിൽ ഒന്നും ഒരു സ്റ്റിക്കർ പോലും കാണാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും റോഷ്നി, മറ്റൊരു സാധനം ഞാൻ കാണിക്കുന്നത് ഇത് കണ്ണിൽ വെക്കുന്ന ലെൻസാണ്. ഇത് പ്രത്യേകം നമ്മളടുത്ത് ഡെർമറ്റോളജിസ്റ്റുകൾ പറയുന്നത് ഇത് പറയേണ്ടതുണ്ട്. ക്ഷമിക്കണം, ഇത് ഡ്രഗ് കൺട്രോൾ ബോർഡ് പറഞ്ഞത് നമ്മളിത് പ്രത്യേകം പറയണം എന്നുള്ള കാരണം ഇത് 60 രൂപയ്ക്ക് കിട്ടുന്ന കണ്ണിൽ വെക്കുന്ന ലെൻസാണ്. ഇത് കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അല്പനേരം കഴിയുമ്പോൾ തന്നെ കണ്ണിന് എരിവുണ്ടാവുകയും കണ്ണുനീര് വരികയും ചെയ്യുന്നു. പിന്നെ അത് അധികം നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ആ തലവേദന ഉണ്ടാവും. അത് കാഴ്ചശക്തിക്ക് തന്നെ, അതായത് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ കാഴ്ചശക്തിക്ക് തന്നെ വലിയ ദോഷമുണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റും ഇതൊക്കെ ഇവിടെ നമ്മുടെ സാധാരണമായ സലൂണുകളിലൊക്കെ ഉണ്ടാകുന്ന ബ്യൂട്ടി പാർലറുകളിൽ ഉപയോഗിക്കുന്ന ഫേഷ്യൽ ക്രീംസ് ആണ്. ഈ ഫേഷ്യൽ ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പോലും അല്ലെങ്കിൽ അതിന് ബ്യൂട്ടീഷ്യൻ പോലും കൃത്യമായ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ഉള്ള കാര്യങ്ങളാണ് നൽകുന്നത്. പിന്നീട് നമുക്ക് കാണിക്കുന്ന ഏറ്റവും കൂടുതൽ പെൺപിള്ളേർ യൂസ് ചെയ്യുന്ന സാധനമാണ് ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക്കൊക്കെ ഒരു ഗുണമില്ലാതെ മെഴുക് പോലെയാണ്, പൊട്ടിപ്പൊടിഞ്ഞ് വീഴുന്ന ക്രീം. സാധാരണ ക്രീം പോലെ വരുന്ന സാധനങ്ങളാണ്. ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഗുണമേന്മയും ഇല്ല, ഗുണനിലവാരവും ഇല്ലാത്തതാണ്. ഇതൊക്കെ നമ്മുടെ ചർമ്മങ്ങൾക്കും ചുണ്ടുകൾക്കും എല്ലാം തന്നെ വലിയ തോതിലുള്ള ദോഷമുണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഇത് തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. ഈ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ അതേ കോപ്പി സാധനങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുക. അതിൻ്റെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഹോളോഗ്രാം, കോഡ് എല്ലാം തന്നെ ശ്രദ്ധിച്ചതിന് ശേഷം വാങ്ങേണ്ടതുണ്ട്. അതിൻ്റെ പാക്കിംഗ് നോക്കേണ്ടതുണ്ട്. പിന്നെ ശരിയാണ് ദിലീപ് വിശദീകരിച്ചതുപോലെ തന്നെ ഇതൊന്നും നോക്കാതെ നമ്മൾ ഈ വസ്തുക്കളെല്ലാം വാങ്ങി ഉപയോഗിച്ചാലുള്ള പ്രത്യാഘാതമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഉപഭോക്താക്കൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ അവകാശം കൂടിയാണ്. അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ചോദിച്ചറിയണം. മാത്രമല്ല ഇതിൽ വിദഗ്ധരായ ആളുകളോട് അത്യാവശ്യം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മാത്രം ഇത്തരം ഉപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളൂ.